അട്ടപ്പാടി ഫുഡ്സ് അട്ടപ്പാടി താവളത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ അട്ടപ്പാടി ഫുഡ്സിലാണുള്ളത്. അട്ടപ്പാടിയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജൈവാംശമുള്ള ആദിവാസി കേന്ദ്രീകൃതമായ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ധാരാളം ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട്, എല്ലാം അട്ടപ്പാടിയിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം അട്ടപ്പാടി ഫുഡ്സിലെ എല്ലാ വിഭവങ്ങളും എല്ലാ ഐറ്റംസും അട്ടപ്പാടിയിൽ മാത്രം കൃഷി ചെയ്തതാണ്. കർക്കിടക കഞ്ഞി, ഇതെന്താണ്? ഇത് അട്ടപ്പാടിയിലെ ആദിവാസികളും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള കർഷകരും, ഇവിടുത്തെ മണ്ണിൽ. അതെ. എത്ര കിറ്റിന്റെ വില? ഇതിന് 200 രൂപയാണ് കിറ്റിന് വില. എത്ര ഐറ്റംസാ? ഇതില് ഒരു 25ഓളം ഐറ്റങ്ങൾ ഉണ്ടാവും. നവരേരി, പിന്നെ ആശാളി, ഇന്ദുപ്പ്, ചതവുപ്പ്. കൂക്കമ്പാളയത്തുള്ള അട്ടപ്പാടി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനിലും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കഴിയും. വാങ്ങിച്ചു കൊണ്ടുപോയി തയ്യാറാക്കേണ്ട വിധം ഒന്ന് ചുരുക്കി പറഞ്ഞു. തയ്യാറാക്കേണ്ട വിധം, ഇത് സാധാരണ എല്ലാവരും കർക്കടക്കഞ്ഞി കഴിക്കുന്നത് പിന്നെ പ്രഷർ കുക്കറിൽ വേവിച്ചിട്ടൊക്കെയാണ്. പക്ഷെ അങ്ങനെ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. ഇത് മൺചട്ടിയിൽ വേണം വേവിക്കാൻ. സാധാരണ വിറകടുപ്പിൽ മൺകലത്തിൽ വേവിച്ചു വേണം നമ്മളിത് കഴിക്കാൻ. അപ്പോഴേ ഇതിന്റെ ശരിക്കുള്ള ഗുണം കിട്ടുള്ളൂ. മറ്റേ പ്രഷർ കുക്കറിൽ അലുമിനിയത്തിൽ യാതൊരു കാരണവശാലും വേവിക്കരുത്. ഇതിലിപ്പം മരുന്നുണ്ട്, കർക്കിടക കഞ്ഞിക്ക് ഇടേണ്ട മരുന്നുകളുണ്ട്. നവരേരിയാണ് ഇതിന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത്. 24ഓളം മരുന്നുകൾ ചേർന്ന ഔഷധക്കഞ്ഞിയാണ്. ഒരു ഉൽപ്പന്നങ്ങളും പുറത്തുനിന്ന് വരുന്നില്ല, അല്ലെ? വരുന്നില്ല. ഇതിലുള്ള സാധനങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങിയല്ല, ഇവിടുന്ന് തന്നെ അട്ടപ്പാടിയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ മില്ലറ്റുകൾ നമ്മൾ ഇവിടുത്തെ അട്ടപ്പാടി മില്ലറ്റുകളാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് വിൽപ്പന നടത്തുന്നത്. അട്ടപ്പാടിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള മില്ലറ്റുകൾ. അത്തരം പ്രൊഡക്ട്സുകളെല്ലാം ഉണ്ട്. എത്ര പ്രൊഡക്ട്സുകൾ ഉണ്ടാവും? ഏതാണ്ട് ഇവിടെ ഒരു 10-30 ഐറ്റങ്ങളോളം ഉണ്ടാവും. അതായത് മില്ലറ്റ്സുകൾ, ചെറുധാന്യങ്ങൾ. അത് നമ്മളെ ഇന്ത്യ ഗവൺമെന്റ് അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, UN തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഉപയോഗം കൂടിയിട്ടുണ്ട്. കൂടാൻ കാരണം ജീവിതശൈലി രോഗങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അതിൽ നിന്ന് ശമനം പ്രാപിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് അട്ടപ്പാടി എന്നുള്ള പ്രോഡക്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടി ജൈവ രീതിയിൽ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത്. കർക്കിടക കഞ്ഞിയിലെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം എങ്ങനെ തയ്യാറാക്കണം എന്നതിൽ എഴുതിയിട്ടുണ്ട്. മാത്രവുമല്ല, മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും ധാരാളം മാർക്കറ്റിലുണ്ടെങ്കിലും ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത അട്ടപ്പാടിയിലെ ആദിവാസികളും ഇവിടുത്തെ ഗോത്ര വിഭാഗങ്ങളും ഒക്കെ യാതൊരു മാലിന്യവും ചേർക്കാതെ ഇവിടെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. താവളത്തുള്ള അട്ടപ്പാടി ഫുഡ്സിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും അട്ടപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും മണ്ണാർക്കാടും മറ്റു പ്രദേശങ്ങളിലൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, ഇത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ എല്ലാ ചെറുധാന്യങ്ങളും റാഗി, വരക്, തിന, കുതിരവാലി, കമ്പ്, പ്രോസോ, മില്ലറ്റ്, അത്തരം ഐറ്റങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്യുന്നതാണ്. കൂടാതെ മുളയരി, അട്ടപ്പാടി തേൻ, ചെറുത് വലുത് തേനുകൾ എല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ ശേഖരിക്കുന്ന ഐറ്റങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നിങ്ങൾക്ക് നേരിട്ടും വാങ്ങാം, അല്ലാതെ നമ്മുടെ ഷോപ്പുകൾ നമ്മളെ സപ്ലൈ ചെയ്യുന്ന ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കഴിയും.